മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. മതിലകം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ലഭിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ആശുപത്രിയുടെ കീഴിൽ നടത്തിവരുന്ന വിവിധ ദേശീയ ആരോഗ്യ പരിപാടികൾ, മറ്റു സേവനങ്ങൾ എന്നിവയെല്ലാം പരിശോധിച്ചാണ് സ്ഥാപനത്തിന് അംഗീകാരം നൽകിയത്. 92.91 മാർക്കോടെയാണ് സ്ഥാപനം ഈ അംഗീകാരം കരസ്ഥമാക്കിയത്. ഈ ദേശീയ അംഗീകാരത്തിന് 3 വർഷത്തെ കാലാവധിയാണുള്ളത്. ഓരോ വർഷവും 2 ലക്ഷം രൂപ വീതം 6 ലക്ഷം രൂപ ദേശീയ അംഗീകാരം ലഭിച്ച വകയിൽ ആശുപത്രിക്ക് ലഭിക്കും. ദേശീയ അംഗീകാരം കരസ്ഥമാക്കിയ മതിലകം കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തകരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സംഗീതയ്ക്ക് സമ്മാനിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, വൈസ് പ്രസിഡന്റ് PM ആൽഫ, പഞ്ചായത്ത് അംഗം സുനിൽ P മേനോൻ, മറ്റംഗങ്ങൾ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK റഫീഖ്, കുടുംബശ്രീ അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണമേന്മ അംഗീകാരം MLA ആദരവ് നൽകി. മതിലകം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന്റെ ഭാഗമായി ET ടൈസൺ മാസ്റ്റർ MLA ആദരവ് നൽകി. കോളത്തിലെ 10 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് അംഗീകാരം. ഇതിൽ 2ാം സ്ഥാനത്താണ് കൂളിമുട്ടം FHCA. ദേശീയ ഗുണനിലവാര പരിശോധകരായ ഡോക്ടർ പത്മരാജ്, ക്വാളിറ്റി ഓഫീസർ സുധ എന്നിവർ പരിശോധന നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം ലഭിച്ചത്. ആശുപത്രിയുടെ കീഴിൽ നടത്തിവരുന്ന വിവിധ ദേശീയ ആരോഗ്യ പരിപാടികൾ, മറ്റ് സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെ പരിശോധിച്ചാണ് സ്ഥാപനത്തിന് അംഗീകാരം നൽകിയത്. ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും രോഗികളോടും പൊതുസമൂഹത്തോടും കാണിക്കുന്ന പരിഗണനയ്ക്കുള്ള അംഗീകാരമാണ് ഈ അവാർഡെന്ന് MLA അഭിപ്രായപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ ആൽഫ, ആശാ വർക്കർമാർ തുടങ്ങിയവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു.